പമ്പാനദിയുടെ ഓളങ്ങൾ തഴുകുന്ന കുട്ടനാടിന്റെ പച്ചപ്പിനു നടുവിൽ തലയുയർത്തി നിൽക്കുന്ന എടത്വ പള്ളിയുടെയും അവിടുത്തെ പുണ്യാളന്റെയും ചരിത്രം ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണിത്. അക്കാലത്ത് എടത്വയിൽ താമസിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കാനായി സ്വന്തമായി ഒരു പള്ളിയുണ്ടായിരുന്നില്ല. അവർക്ക് വള്ളം തുഴഞ്ഞ് ദൂരെയുള്ള നിരണം പള്ളിയിലോ ചമ്പക്കുളം പള്ളിയിലോ പോകണമായിരുന്നു. മഴക്കാലത്തും മറ്റും ഈ യാത്ര വളരെ കഠിനമായിരുന്നു. അങ്ങനെയിരിക്കെ 1810-ൽ എടത്വയിലുള്ളവർ ചേർന്ന് ഒരു പള്ളി വേണമെന്ന് തീരുമാനിച്ചു. പമ്പാനദിയുടെ തീരത്ത് ഒരു മനോഹരമായ സ്ഥലം കണ്ടെത്തി. അന്ന് വരാപ്പുഴ രൂപതയുടെ അനുമതിയോടെ അവിടെ പള്ളി സ്ഥാപിച്ചു. പിന്നീട് 1839-ലാണ് നാം ഇന്ന് കാണുന്ന ഈ വലിയ പള്ളിയുടെ നിർമ്മാണം തുടങ്ങിയത്. മനോഹരമായ യൂറോപ്യൻ ശൈലിയിൽ ആ വലിയ ദേവാലയം പണിതീർത്തു. എടത്വ പള്ളിയിലെ പ്രധാന താരം വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനാണ്. അദ്ദേഹത്തെ നാട്ടുകാർ സ്നേഹത്തോടെ എടത്വയാപ്പൂപ്പൻ എന്ന് വിളിക്കുന്നു. ഇതിനൊരു പ്രത്യേക കാരണമുണ്ട്. പണ്ട് ചമ്പക്കുളം പള്ളിയിൽ നിന്നും പുണ്യാളന്റെ ഒരു രൂപം വള്ളത്തിൽ എടത്വയിലേക്ക് കൊണ്ടുവന്നു. ആ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിച്ചതോടെ നാട്ടിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങിയെന്നാണ് വിശ്വാസം. രോഗങ്ങൾ മാറാനും ഭയങ്ങളിൽ നിന്ന് മുക്തി നേടാനും ആളുകൾ പുണ്യാളന്റെ മധ്യസ്ഥത തേടി ഓടിയെത്തി. ക്രമേണ പുണ്യാളൻ എല്ലാവർക്കും ഒരു കാരണവരായി ഒരപ്പൂപ്പനായി മാറി. അതുകൊണ്ടാണ് ഇന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പോലും ആളുകൾ ഈ അപ്പൂപ്പനെ കാണാനെത്തുന്നത്. പുണ്യാളന്റെ കഥ പറയുമ്പോൾ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ ധീരതയാണ്. പണ്ട് ലിബിയയിലെ ഒരു നാട്ടിൽ ഒരു ഭീകരനായ ദ്രാഗൺ, വലിയ പാമ്പുണ്ടായിരുന്നു. ആ നാടിനെ മുഴുവൻ വിറപ്പിച്ച ആ സർപ്പത്തിന് മനുഷ്യരെ ഇരയായി നൽകേണ്ടിവന്നു. ഒരിക്കൽ ആ നാട്ടിലെ രാജകുമാരിയെ ദ്രാഗണ് ഇരയായി നൽകാൻ കൊണ്ടുപോകുമ്പോൾ വെളുത്ത കുതിരപ്പുറത്ത് കുന്തവുമായി ഒരു യോദ്ധാവ് അവിടെയെത്തി. അത് ഗീവർഗീസ് പുണ്യാളനായിരുന്നു. അദ്ദേഹം ഭയപ്പെടാതെ ആ ദ്രാഗണിനെ നേരിട്ടു. കുരിശടയാളം വരച്ച് തന്റെ കുന്തം കൊണ്ട് ആ ഭീകരനെ അദ്ദേഹം കുത്തിക്കൊന്നു. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമായിരുന്നു അത്. ഇന്നും പള്ളിയിൽ നമ്മൾ കാണുന്ന കുതിരപ്പുറത്തുള്ള രൂപം ആ വിജയത്തിന്റെ അടയാളമാണ്. എല്ലാ വർഷവും ഏപ്രിൽ അവസാനിക്കുമ്പോൾ എടത്വ ഉണരുകയായി. മെയ് 7-നാണ് വലിയ പെരുന്നാൾ. ആയിരക്കണക്കിന് ഭക്തർ പമ്പാനദിയിലൂടെ വള്ളങ്ങളിലും ബസ്സുകളിലുമായി ഒഴുകിയെത്തും. ജാതിമത ഭേദമന്യേ ആളുകൾ ഉപ്പും കുരുമുളകും നേർച്ചയായി സമർപ്പിക്കും. പുണ്യാളന്റെ പൊൻരൂപം പള്ളിക്ക് പുറത്തേക്കെഴുന്നള്ളിക്കുമ്പോൾ ലക്ഷക്കണക്കിനാളുകൾ പ്രാർത്ഥനയോടെ നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. എടത്വപ്പള്ളി വെറുമൊരു കെട്ടിടമല്ല, അത് പമ്പാനദിയുടെ തീരത്തെ കാവൽക്കാരനായ എടത്വയാപ്പൂപ്പന്റെ സ്നേഹത്തിന്റെയും അത്ഭുതങ്ങളുടെയും കഥ പറയുന്ന പുണ്യസ്ഥലമാണ്. തിന്മയുടെ ദ്രാഗണ തോൽപ്പിച്ച് നന്മയെ സംരക്ഷിക്കുന്ന ആ പുണ്യാളൻ ഇന്നും കുട്ടനാടിന്റെ മധ്യസ്ഥനായി വാഴുന്നു.